അങ്ങനെ ഈശ്വരി ഫൈനലായിട്ട് കുഞ്ഞി പല്ല് പുറത്തേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല്ല് വരുന്നതിന് നല്ല അസ്വസ്ഥത അവൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് പുറത്തോട്ട് വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് ആശ്വാസമുണ്ട്, ആൾ കുറച്ചൊന്ന് ഉഷാറായിട്ടുണ്ട്. ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് നമ്മൾ ചെമ്മീൻ ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു റെസിപ്പി ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ഒരു തവണയിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപാര ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും ഇട്ട് മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചെമ്മീനും ഇത്തിരി കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. അതിനായിട്ട് തക്കാളി, വെളുത്തുള്ളി, ചുവന്നുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകം, കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് അരച്ച പേസ്റ്റാണ് കേട്ടോ. അത് പാനിലേക്ക് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഒന്ന് ഡ്രൈ പേസ്റ്റ് ആയതിനു ശേഷം ഇതുപോലെ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റി ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ് ഇതുപോലെ കേട്ടോ. എന്നിട്ട് ഞാനിവിടെ ബസ്മതി റൈസാണ് ആഡ് ചെയ്യുന്നത്. ഇതിന് വരെ നമ്മുടെ സാധാ ചോറും ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് കുറച്ച് മല്ലിയിലയും ഒരു ഇത്തിരി പൊടിക്ക് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് അത്രേ ഉള്ളൂ. ചെമ്മീൻ ചോറ് റെഡി. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് വേറെ ഒന്നും വേണമെന്നില്ല കേട്ടോ. ഇത് മാത്രമായിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ വയറ് നിറച്ച് കഴിച്ചതിന് ശേഷം നമ്മൾ ഉച്ച കഴിഞ്ഞ് വെയിലാറിയപ്പോൾ പുറത്തേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഗ്രോസറി ഷോപ്പിങ്ങിനായിട്ട്. അങ്ങനെ കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്യാനില്ല, ജസ്റ്റ് 1-2 ആയിട്ടുള്ളൂ. കാരണം ഇന്നലെ നമ്മൾ കൊറിയൻ മാർക്കറ്റിലൊക്കെ പോയി സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ എൻറ്റയർ ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ വ്ളോഗായിട്ട് എടുത്തിട്ടുണ്ട്. അത് ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ.